ഹായ് ഓൾ, വെൽക്കം ടു ആൻസി ടെക് യൂട്യൂബ് ചാനൽ. 2021 ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണോ നിങ്ങളുടെ ലക്ഷ്യം? അതും 50,000 രൂപയിൽ മുകളിൽ സാലറിയോടുകൂടി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വർഷാവർഷം നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം. CPWD, CWC, MES, BRO, FBP, NTRO മുതലായ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് നടക്കുന്നത്. ബിടെക് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമോ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം 2021 മാർച്ച് 22 മുതൽ 25 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഫസ്റ്റ് ടയറിൽ 200 മാർക്കിനുള്ള ഓൺലൈൻ എക്സാമും സെക്കൻഡ് ടയറിൽ 300 മാർക്കിനുള്ള ഡിസ്ക്രിപ്റ്റീവ് റിട്ടൺ എക്സാമുമാണ്. ഫസ്റ്റ് ടയർ ഓൺലൈൻ എക്സാമിന് ഒരു നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ മാർക്ക് നേടുന്നവർക്ക് മാത്രമേ സെക്കൻഡ് ടയറിലെ റിട്ടൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 2 എക്സാമിനും ലഭിച്ച ആകെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 200 മാർക്കിൻ്റെ ഫസ്റ്റ് ടയർ എക്സാമിൽ 100 മാർക്കിനുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസും, അതായത് അവരവരുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യൻസും, പിന്നെ 100 മാർക്കിനുള്ള ജനറൽ അവെയർനെസ് ആൻഡ് റീസണിംഗ് ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. 300 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിലെ ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആണ്. ചിട്ടയായ പരിശ്രമവും ശാസ്ത്രീയമായ പരിശീലനവും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ SSC ജൂനിയർ എഞ്ചിനീയർ എന്ന സ്വപ്നം വിദൂരമല്ല. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. SSC ജൂനിയർ എഞ്ചിനീയർ 2021 എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആൻസി ടെക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSC ജൂനിയർ എഞ്ചിനീയർ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെലിഗ്രാമിലാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വീഡിയോസിൻ്റെയും PDF നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും നൽകുന്നതാണ്. മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. SSC ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കിയാലോ. അതായത് the salient features of the new SSC JEE exam pattern are given below. There is a negative marking of 0.25% marks for each incorrect answer in paper 1. അതായത് നെഗറ്റീവ് മാർക്കുണ്ട്. The SSC Junior Engineer syllabus for 2020 consists of 2 papers. 2 പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും പേപ്പർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ്. In paper 1 and paper 2 for general engineering, an applicant is required to attempt only that section as per the option which was given at the time of filling up the SSC Junior Engineer application form. അപ്പോൾ ഏതാണോ, അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഏതാണോ, നിങ്ങൾ ഇലക്ട്രിക്കൽ ആണോ മെക്കാനിക്കൽ ആണോ സിവിലാണോ, ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും പേപ്പർ 2 വരുന്നത്. ഇനി SSC JEE പേപ്പർ 1ൻ്റെ എക്സാം പാറ്റേൺ നോക്കാം. ജനറൽ അവെയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് 50 മാർക്കിന്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനുണ്ട്. പിന്നെ വരുന്നത് ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ്. അത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് 100 മാർക്കിനുമാണ്. ടോട്ടൽ ടൈം വന്നിട്ട് 2 മണിക്കൂറാണ് എക്സാം. ഇനി SSC JEE syllabus for general intelligence and reasoning നോക്കാം. SSC covers both verbal and non-verbal type questions in general intelligence and reasoning section. The test will be based on analogies, similarities, differences, space visualization, problem solving, analysis, judgment, decision making, visual memory, discrimination, observation, relationship concepts, arithmetical reasoning, verbal and figure classification, arithmetical number series, etc. topics. The test will also include questions designed to test the candidate's abilities to deal with abstract ideas and symbols and their relationships, arithmetical computations and other analytical functions. Okay, ഇതാണ് റീസണിങ്ങിൻ്റെ സിലബസ് വരുന്നത്. ഇനി ജനറൽ അവെയർനെസ്സിൻ്റെ സിലബസ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ ദിസ് സെക്ഷൻ വിൽ ബി എയിംഡ് അറ്റ് ടെസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ജനറൽ അവെയർനെസ് ഓഫ് ദി എൻവിറോൺമെൻറ്റ് അറൌണ്ട് ഹിം, ഹെർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു സൊസൈറ്റി. Questions will also be designed to test knowledge of current events and of such matters of everyday observations and experience in their scientific aspect as may be expected of any educated person.
The test will also include questions relating to India and its neighboring countries, especially pertaining to history, culture, geography, economic scene, general polity and scientific research, etc. These questions will be such that they do not require a special study of any discipline. ഓക്കെ, ഇതാണ് ജനറൽ അവയർനെസ്സിൻ്റെ പൊതുവായിട്ടുള്ള സിലബസ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് പാർട്ട് ബി വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്, AC ഫണ്ടമെൻ്റൽസ്, മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഫ്രാക്ഷണൽ കിലോവാട്ട് മോട്ടേഴ്സ് ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സ്, സിങ്ക്രണസ് മെഷീൻസ്, generation, transmission and distribution, estimation and costing, utilization and electrical energy, basic electronics. ഓക്കെ, ഇത്രയാണ് പാർട്ട് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിൽ നോക്കിയപ്പോൾ നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസിൽ നിന്ന് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കോഡിംഗ് ഡീകോഡിംഗ് നിന്ന് 9 മുതൽ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അനലോജിയിൽ നിന്ന് 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓഡ് വൺ ഔട്ടിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിലോജിസത്തിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻസിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ്. ഡയറക്ഷൻ സെൻസിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. നോൺ വെർബൽ, കംപ്ലീറ്റ് ദ ഇമേജ്, എംബഡഡ് ഇമേജ്, പേപ്പർ ഫോൾഡിംഗ് ആൻഡ് കട്ടിംഗ്, മിറർ ഇമേജ്, ഇതിൽ നിന്ന് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. വെൻ ഡയഗ്രാത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ബ്ലഡ് റിലേഷൻസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ. പിന്നെ മിസ്ലേനിയസിൽ നിന്ന് 3 മുതൽ 4 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ജനറൽ അവയർനെസ്സിൽ നിന്ന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 8 മുതൽ 10 ക്വസ്റ്റ്യൻസ് വെർ ആസ്ക്ഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഷെഡ്യൂൾസ്, ഓർഡിനൻസസ്, ആർട്ടിക്കിൾസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്നൊക്കെ ഒരു 8 മുതൽ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 6 to 7 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വെർ ആസ്ക്ഡ് ഫ്രം സയൻസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 ക്വസ്റ്റ്യൻസ് വാസ് ആസ്ക്ഡ് ഫ്രം SI യൂണിറ്റ്, സ്റ്റഡി ഓഫ് ഫോസിൽസ്, ക്വസ്റ്റ്യൻസ് ഫ്രം ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ജനറൽ അവയർനെസ്സിൽ. അപ്പോൾ ഈ പോർഷൻസൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധ നൽകി പഠിക്കുക. ഓക്കെ ആണോ? ഇനി പാർട്ട് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഇതിൽ വരുന്നത് നമ്മുടെ റെസിസ്റ്റൻസ്, കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, പിന്നെ അതിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദം, പിന്നെ കറണ്ട്, വോൾട്ടേജ്, പവർ, എനർജി, ഇതിൻ്റെയൊക്കെ കുറിച്ച് പഠിക്കണം. അതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്ന് അറിയണം. പിന്നെ അടുത്ത് വരുന്നത് സർക്യൂട്ട് ലോ ആണ്. അതായത് നമുക്ക് കിർച്ചോഫ് ലോ, സിമ്പിൾ സർക്യൂട്ട് സൊല്യൂഷൻസ് യൂസിങ്, നെറ്റ്വർക്ക് തിയറംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. നമ്മുടെ തെവെനിൻസ്, സൂപ്പർ പൊസിഷൻ, അതൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്ത് വരുന്നതാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇതിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഫ്ലക്സ് എന്താ, MMF, റിലക്റ്റൻസ്, മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച്, അതായത് ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്കിനെ കുറിച്ചും അതിൻ്റെ ഓരോ കണ്ടക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കാൽക്കുലേഷൻ, അതായത് സ്ട്രേറ്റ് കണ്ടക്ടറിൽ എന്താണ് എഫക്റ്റ്, സർക്കുലറിൽ, സോളിനോയിഡിൽ, അതിലൊക്കെ ഓരോ എഫക്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ പഠിക്കാനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ വരുന്നത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. 3 കാര്യങ്ങളാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നത്. അടുത്ത പോർഷൻസ് വരുന്നതാണ് AC ഫണ്ടമെൻ്റൽസ്. ഇതിൽ വരുന്നതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ്, പീക്ക്, RMS വാല്യൂ, ആവറേജ് വാല്യൂസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ AC സർക്യൂട്ട്സ്, അതായത് R ലോഡ്, RL ലോഡ്, RC ലോഡ്, റെസൊണൻസ് കണ്ടീഷൻ, ടാങ്ക് സർക്യൂട്ട്സ്, ഇതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ അടുത്ത് വരുന്ന ഒരു പോർഷനാണ് പോളിഫേസ് സിസ്റ്റം. അതിൽ പഠിക്കാനുള്ള സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ പഠിക്കണം, 3 ഫേസ് ലോഡും, അതുപോലെ തന്നെ DC സൈനസോയിഡൽ റെസ്പോൺസ് ഓഫ് RL, RC സർക്യൂട്ട്സ്. ഇത്രയാണ് AC ഫണ്ടമെൻ്റൽസിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന സെക്ഷനാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മെഷർമെൻറ്റ് ഓഫ് പവർ, സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്, അതുപോലെ ബോത്ത് ആക്റ്റീവും റിയാക്റ്റീവും ഉണ്ട്. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചുള്ള 3 ഫേസ് പവർ ഫാക്ടർ മെഷർമെൻറ്റ് അത് പഠിക്കാനുണ്ട്. പിന്നെ ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ മെഷർമെൻറ്റ്, പിന്നെ അമീറ്റർ, വോൾട്ടിമീറ്റർ, അതൊക്കെ മൂവിങ് കോയിൽ ടൈപ്പ്, മൂവിങ് അയൺ ടൈപ്പ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മൾട്ടിമീറ്റർ, എനർജി മീറ്റർ, അതുപോലെ CRO കുറിച്ച് പഠിക്കാനുണ്ട്, സിഗ്നൽ ജനറേറ്റർ, കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, അതിൻ്റെ യൂസസ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്, എർത്ത് ഫോൾട്ട് ഡിറ്റക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇലക്ട്രിക്കൽ മെഷീൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് വരുന്നത്. ഇതിൽ വരുന്നതാണ് DC മെഷീൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ്, പിന്നെ അതിൽ തന്നെ DC മെഷീൻസ് തന്നെ മോട്ടറും ഉണ്ട്, ജനറേറ്ററും ഉണ്ട്, അത് പഠിക്കണം. അതിൻ്റെ ലോസസ്, സ്പീഡ്, ടോർക്ക്, ടോർക്ക് ഇക്വേഷൻ, EMF ഇക്വേഷൻ, അതിൻ്റെ ലോസസ്, എഫിഷ്യൻസി, അതൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന നമ്മുടെ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്, അത് തന്നെ അതിൻ്റെ വർക്കിംഗ് ഉണ്ട്, അതുപോലെ വോൾട്ടേജ് റെഗുലേഷൻ, അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റ് ഉണ്ട്, നമുക്കറിയാം, ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, പിന്നെ അതിൻ്റെ ലോസസ്, എഫിഷ്യൻസിനെയൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ, സിംഗിൾ ഫേസിനെ പഠിക്കാനുണ്ട്, 3 ഫേസിനെ ഉണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൽ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്, അതിനെക്കുറിച്ചും പഠിക്കണം.
പിന്നെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടോഴ്സ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ചും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ നമുക്ക് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ്, എഫക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി, വേരിയേഷൻ ഓഫ് ടോർക്ക്, സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ വേറൊരു പോർഷനാണ് ഫ്രാക്ഷൻ കിലോ വാട്ട് മോട്ടോഴ്സിനെ കുറിച്ചും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം പഠിക്കാനുണ്ട്. അടുത്ത ഒരു സെക്ഷനാണ് സിംഗണസ് മെഷീന്. ഇതിൽ വരുന്നതാണ് നമ്മുടെ 3 ഫേസ് ജനറേഷൻ ഓഫ് 3 ഫേസ് EMF, ആർമേച്ചർ റിയാക്ഷന്, വോൾട്ടേജ് റെഗുലേഷൻ, പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സ്, സിംഗർണൈസിങ്, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവറിൻ്റെ കൺട്രോൾ, സ്റ്റാർട്ടിങ്, ആപ്ലിക്കേഷൻ ഓഫ് സിംഗർണസ് മോട്ടോഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മളെ പവർ സിസ്റ്റം ടോപ്പിക്കാണ് അടുത്ത് വരുന്നത്, അതായത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം എന്തൊക്കെ ടോപ്പിക്സ് വരുന്നത്. മെയിൻലി വരുന്നത് എന്താണ്, ആദ്യം വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ്, കോസ്റ്റ് ഓഫ് ജനറേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. ഫ്യൂസസിനെ കുറിച്ചും പ്രൊട്ടക്ഷൻ ഡിവൈസസിനെ കുറിച്ചും പിന്നെ റിലേസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ലൈറ്റനിങ് അറസ്റ്റേഴ്സ്, കമ്പാരിസൺ ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽസ്, പിന്നെ കേബിൾസിനെ കുറിച്ചും കേബിൾ റേറ്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ വരുന്ന ഒരു പോർഷനാണ് എസ്റ്റിമേഷനും കോസ്റ്റിങ്ങും. നമ്മുടെ ലൈറ്റനിങ് സ്കീമിൻ്റെ എസ്റ്റിമേഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻസും അതിൻ്റെ റൂൾസ് ഒക്കെ വെച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എർത്തിങ് പഠിക്കാനുണ്ട്, എർത്തിങ്ങിലും റൂൾസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഇലൂമിനേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി വരുന്നതാണ് ഇലൂമിനേഷൻ, ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇലക്ട്രിക് വെൽഡിംഗ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് മോട്ടോഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ വരുന്നുണ്ട്. അതായത് വേരിയസ് ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. PN ജംഗ്ഷൻ ഡയോഡ്സ് എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ്, BJT, JFET കുറിച്ചും പിന്നെ ഇതൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ സർക്യൂട്ട്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിന് മാത്രമായിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ രണ്ടിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവരെല്ലാം കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാമിലാണ് കോച്ചിങ് കൊടുക്കുന്നത്. നമുക്കറിയാം എല്ലാം കോച്ചിങ് കൊടുക്കുന്നത് പോലെ PDF നോട്ട്സും പ്രിൻറ്റഡ് PDF നോട്ട്സ് കൊടുക്കുന്നു, ഷോർട്ട് നോട്ട്സ് കൊടുക്കുന്നു, MCQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ചാനൽ ജോയിൻ ചെയ്യുക, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.